നമുക്കിന്ന് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായ ചന പനീർ ബട്ടർ മസാല തയ്യാറാക്കിയാലോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് കുക്കറിലോട്ട് തലേ ദിവസം കഴുകി കുതിർത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒഴിച്ച വെള്ളം നല്ല വെള്ളമാണ്. അപ്പോൾ അതിൽ ഉരുളൻകിഴങ്ങും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വെക്കാം. വേറൊരു പാത്രത്തിൽ നമുക്ക് നമ്മളുടെ പനീറിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ ആ ഒരു സോഫ്റ്റ് ഒന്നും മാറിയിട്ട് ചെറുതായിട്ടൊരു പൊടിയാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് അതേ പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട്, ബട്ടർ ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്, ഹോം മെയ്ഡ് ബട്ടറാണ്. അപ്പോൾ നമുക്കതിലൊരു ചെറിയൊരു മോരിൻ്റെ കണ്ടൻറ് ഉള്ളതുകൊണ്ട് അതിനെ ചൂടാകുമ്പോൾ കളറ് മാറി വരും. അതിലോട്ട് നമുക്ക് നമ്മുടെ ജീരകം ഹിന്ദിക്കാരുടെ സ്പെഷ്യലാണ്, ജീരകട്ട കറികൾ. പിന്നെ അതിലേക്ക് ഞാൻ കുനുകുനാ അരിഞ്ഞ സവോളയും പിന്നെ ഒരു പച്ചമുളക് കീറിയതും ഇടുന്നുണ്ട്. ഇനി നമുക്ക് അതൊന്ന് നന്നായിട്ട് കളർ മാറുന്നത് വരെ വഴറ്റാം. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ചേർക്കണം. അപ്പോൾ 2 സ്പൂണ് മല്ലിപ്പൊടിയാണ് ഞാൻ ആദ്യം ഇടുന്നത്. മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ വേവിക്കുമ്പോൾ ഇട്ടുണ്ടല്ലോ. പിന്നെ ഇത് എരിവുള്ള മുളക് പൊടിയും, ഇത് നമ്മുടെ കാശ്മീരി ചില്ലിയാണ്. പിന്നെ 2 സ്പൂൺ ചിക്കൻ മസാലയും ഒരു 1/2 സ്പൂൺ ഗരം മസാലയാണ് കേട്ടോ ചേർത്തത്. ഇത്രയേ ഉള്ളൂ ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന മസാല. ഇനി അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുമ്പോൾ ഒന്നില്ലെങ്കിൽ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ഒരു ടൊമാറ്റോ നമുക്ക് മിക്സിയിലിട്ട് നന്നായി അടിച്ചത് ചേർക്കാം. ഞാനിവിടെ ടൊമാറ്റോ സോസാണ് ചേർത്തത്. എന്നിട്ട് അതും ഒന്ന് ഇതിൽ കടന്ന് ഒന്ന് ചെറുതായിട്ട് ഇതുമായിട്ടൊന്ന് ചേർന്ന് കിട്ടണം, അത്രയും മതി. ഇനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരുന്ന ആ ഒരു ഉരുളൻകിഴങ്ങും പിന്നെ നമ്മുടെ വെള്ളക്കടലയും ഉണ്ടല്ലോ, അത് നമുക്കിതിലോട്ട് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ആ മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്താവുന്ന തരത്തിൽ നമുക്കൊന്ന് ഇളക്കി ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് ഇളം ചൂടുവെള്ളം അതുകൂടി ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കണം. ഈ കടലയിലും പിന്നെ ഉരുളൻകിഴങ്ങിലൊക്കെ ഈ മസാലകളൊക്കെ ഒന്ന് പിടിച്ച് വരണം. നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, നമ്മൾ വേവിക്കുമ്പോൾ ഇട്ട ഉപ്പുള്ളൂ. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അത് കാരണം കൊണ്ട് ഞാൻ ഒരു 1/2 സ്പൂൺ ഉപ്പ് ചേർത്തു. നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ചേർക്കണം. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ എല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്, വെള്ളമൊക്കെ കുറച്ച് വറ്റിയിട്ട്. അപ്പം നമുക്ക് നമ്മൾ ആ മാറ്റി വെച്ചിരുന്ന പനീറില്ലേ, അതിനെ നമുക്ക് ഇതിലോട്ടിടാം. ഇനി പനീറിലും ഈ മസാലകളൊക്കെ ഒന്ന് പിടിക്കണം. അപ്പോൾ കുറച്ച് നേരം കൂടി ഒന്ന് നമുക്ക് അടച്ച് വെക്കാം, കുറേ നേരം വെക്കരുത്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര, ആ എരിവും ഉപ്പും മുളകും ഒക്കെ കൂടി ഒന്ന് ചേരാൻ വേണ്ടിയിട്ട് ഒരു 1/4 സ്പൂൺ മതി, അതും കൂടി ചേർക്കാം. എന്നിട്ട് നമ്മൾ ഇതിൽ ചേർക്കുന്നത് ഒരു 1/2 തേങ്ങയുടെ പാലാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് പാൽപ്പൊടി കിട്ടും, തേങ്ങാപ്പാലിൻ്റെ പൊടി കിട്ടും. അതാണെങ്കിൽ ഒരു 3 സ്പൂണ് പൊടി ചേർത്ത് ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഇളക്കിയിട്ട് ഒഴിച്ചാലും മതി. ഇനി നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ തേങ്ങാപ്പാലായത് കാരണം കൊണ്ട് അതിങ്ങനെ ഒരു പിരിഞ്ഞ് വരിക എന്ന് പറയില്ലേ, അതേപോലെ ആവും. ഇനി നമ്മൾ ചേർക്കുന്നത് മല്ലിയില അരിഞ്ഞതാണ്. ഇത് ഈ കൂട്ടാനിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയൻ്റാണ്. ഇതിടുമ്പോൾ നല്ലൊരു മണം വരും. ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ ഒന്നും കൂടി ചേർക്കണം. ഹിന്ദിക്കാരുടെ ഫുഡിൽ ഒഴിച്ചു കൂടാത്ത ഒരു സാധനമാണ് കസൂരി മേത്തി. ആ കസൂരി മേത്തി നമ്മൾ 1 സ്പൂണ്, ഞാനിങ്ങനെ കയ്യിലൊരു പിഞ്ചായിട്ടാണ് എടുത്തിട്ടത്, അതും കൂടി ആയാൽ നമ്മളുടെ കൂട്ടാനിന് നല്ലൊരു മണം വരും. അപ്പോൾ നമ്മളുടെ കറി റെഡിയായി കേട്ടോ. നമുക്കൊന്നും കൂടി തിളച്ചാൽ മതി. അപ്പം നമുക്കൊന്ന് തീ കൂട്ടി വെച്ചിട്ട് നന്നായി തിളപ്പിക്കാൻ. കണ്ട നമ്മുടെ കടലയും എല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ചിട്ട് നമുക്കിതിങ്ങോട്ട് വാങ്ങാം. അപ്പോൾ ഇത്രയായാൽ നമ്മളുടെ
ചന പനീർ ബട്ടർ മസാല റെഡി ആയിരിക്കുന്നു. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും പിന്നെ നമ്മളുടെ വെള്ളയപ്പം പിന്നെ പത്തിരി എല്ലാറ്റിനും നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.